ഹായ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? റിവർ ബേസിൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമ്മൾ ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ ജസ്റ്റ് ഒന്ന് പറയുകയാണ് എന്താണ് റിവർ ബേസിൻ എന്നുള്ളത്. റിവർ ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മുതൽ എവിടെ ഓക്കെ ഒരു റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ അവസാനം വരെ, അതായത് ഡ്രെയിൻ ചെയ്യുന്ന സ്ഥലം വരെയുള്ള ഫുള്ളായിട്ടുള്ള അതിൻ്റെ ഏരിയ ഇൻക്ലൂഡിങ് അക്യുഫയേഴ്സ്, ട്രിബ്യൂട്ടറി, കൺഫ്ലുവൻസ്, അതേപോലെ തന്നെ ക്യാച്ച്മെൻറ്റ് ഏരിയ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു 3 ഡയമെൻഷനൽ ബേസിൻ പോലെയുള്ള ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിവർ ബേസിൻ. ഓക്കെ. അപ്പോൾ നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവറിനാൽ എഫക്റ്റ് ചെയ്യപ്പെട്ട റീജിയനാണ്. കാരണം നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ റിവർ സിസ്റ്റം അല്ല, പകരം ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ സ്നോ മെൽറ്റിങ്ങും ഈ പറഞ്ഞ സംഗതിയും മൂലം എന്ത് സംഭവിക്കുന്നു? ഒരു മെയിൻ സ്ട്രീം ഉത്ഭവിച്ചിട്ട് എവിടെ ചെന്ന് അവസാനിക്കുന്നു? സീയിൽ ചെന്ന് അവസാനിക്കുന്നു. ആ മെയിൻ സ്ട്രീമിൻ്റെ കൂടെ പല ട്രിബ്യൂട്ടറികൾ അല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ വന്ന് ചേർന്നിട്ട് ബ്രാഞ്ചായിട്ട് വന്ന് ചേർന്നിട്ട് അതൊരു ലാർജ് നെറ്റ്വർക്ക് സിസ്റ്റമായിട്ട് മാറുന്നു ആണല്ലോ. ഇതിനോടൊപ്പം തന്നെ ഈ റിവറിനെ ഫീഡ് ചെയ്യുന്ന ഭാഗങ്ങളെ, റിവറിനെ ഫീഡ് ചെയ്യുന്ന ഇത്രയും ഏരിയനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു? ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഇനി റിവർ പോകുന്ന വഴിക്കോ അത് ഡ്രെയിൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ അതെന്ത് ചെയ്യും? എക്കൽ മണ്ണ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സോയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ സോയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു പ്ലെയിനിൽ എന്ത് സംഭവിക്കും? ആ ഒരു പ്ലെയിൻ കുറച്ചും കൂടി ഫെർട്ടൈലായിട്ട് മാറും. അതുമാത്രമല്ല, ആ റിവർ സിസ്റ്റം എന്തും ചെയ്യും? ആ പരിസരത്തുള്ള അക്യുഫയേഴ്സിനെ എന്ത് ചെയ്യും? പരിപോഷിപ്പിക്കും. ആ പരിസരത്തുള്ള ഗ്രൗണ്ട് വാട്ടർ ലെവലിനെ അത് പരിപോഷിപ്പിക്കും. അങ്ങനെ പരിപോഷിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സിൻ്റെ അളവും കൂടും. അപ്പോൾ റിവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇക്കോ സിസ്റ്റം. അപ്പോൾ ആ റിവറിനെ ചുറ്റിപ്പറ്റിയിട്ട് എന്തൊക്കെ ഉണ്ട്? ട്രീസ്, അതേപോലെ തന്നെ ലൈഫ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും ഈ റിവറിൻ്റെ ചുറ്റിപ്പറ്റിയിട്ട് കുറേ അധികം ഉണ്ട്. അപ്പോൾ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവർ ഒഴുകുന്ന ഭാഗം മാത്രമല്ല എഫക്റ്റ് ചെയ്യുക, അതിൻ്റെ ചുറ്റുമുള്ള പല പ്രദേശങ്ങളെയും റിവർ എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. അവിടെ സിവിലൈസേഷൻ വരും, ഇതേപോലെ തന്നെ കൂടുതൽ മൃഗങ്ങൾ വരും, ഫോറസ്റ്റ് വരും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഒരു റിവറിൻ്റെ എഫക്റ്റ് ഇൻക്ലൂഡിങ് അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ, അതിൻ്റെ സ്രോതസ്സുകൾ, പിന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രെയിനേജ് അക്യുഫയർ തുടങ്ങി എല്ലാതും എവിടെ വരെ? സീയിൽ ഡ്രെയിൻ ചെയ്യുന്ന വരെയുള്ള എല്ലാ സംഗതികളും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ 3 ഡയമെൻഷനൽ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിവർ ബേസിൻ എന്ന് പറയുന്നത്. റിവർ ബേസിൻ. ഓക്കെ. അതിനെ നമ്മൾ ജനറലി റിവർ ബേസിൻ എന്ന് പറയുന്നു. ഇനി റിവർ ബേസിൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവർ ബേസിൻസിനകത്ത് നമ്മൾ ക്യാച്ച്മെൻറ്റ് ഏരിയയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. റിവർ ബേസിൻസിനെ നമുക്ക് 3 തരത്തിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് എന്തിൻ്റെ അളവിൽ? ഡ്രെയിനേജിൻ്റെ രീതിയിൽ. രണ്ടാമത്തത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ള അതേ രീതിയിൽ. ഓക്കെ. ഒന്ന് ഡ്രെയിനേജ് എവിടെ അവസാനിക്കുന്നു. ഇനി എവിടെ തുടങ്ങുന്നു. ഇനി മൂന്നാമത്തത് അക്കോർഡിംഗ് ടു ദ വോളിയം ഓഫ് ക്യാച്ച്മെൻറ്റ് ഏരിയ. അപ്പോൾ റിവർ ബേസിൻസിനെ ഈ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വഴിയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമ്മുടെ ഇന്ത്യയുടെ റിവർ ബേസിൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2 തരത്തിൽ, അതായത് ഓൺ ദ ബേസിസ് ഓഫ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നുള്ളത്. ഇന്ത്യയിൽ തുടങ്ങുന്ന ഏതൊരു റിവറും അവസാനിക്കാൻ ആകെ 2 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് അറേബ്യൻ സീയും, രണ്ടാമത്തത് ഏതാണ്? ബേ ഓഫ് ബംഗാളുമാണ്. ഈ 2 പോയിൻറ്റുകൾ മാത്രമേ എന്തുള്ളൂ? ഈ പറഞ്ഞിട്ടുള്ള റിവേഴ്സ് അവസാനിക്കാനുള്ള ചാൻസസ് ഉള്ളൂ. അപ്പോൾ അതിനാൽ
അറേബ്യൻ സീയിൽ ചെന്ന് അവസാനിക്കുന്നതിനെ ഒരു സെക്ഷൻ എന്നും ബേ ഓഫ് ബംഗാളിൽ ചെന്ന് അവസാനിക്കുന്നതിനെ ഒരു സെക്ഷൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ സെക്ഷണൽ മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേ നോക്കിയേ, ഇത്രയും ഭാഗത്തിന് വെസ്റ്റ് ഡയറക്ഷനിലുള്ള എല്ലാ റിവേഴ്സും, ഒറിജിനേറ്റ് ചെയ്യുന്ന എല്ലാ റിവേഴ്സും എവിടെ ചെന്ന് അവസാനിക്കുന്നു, അറേബ്യൻ സീയിൽ ചെന്ന് അവസാനിക്കുന്നു. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാ റിവേഴ്സും അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന എല്ലാ റിവേഴ്സും എവിടെ ചെന്ന് അവസാനിക്കുന്നു, ബേ ഓഫ് ബംഗാളിൽ ചെന്ന് അവസാനിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ് റിവർ, അതുപോലെ തന്നെ നർമ്മദ റിവർ, തപ്പി റിവർ, അതേപോലെ തന്നെ ഈ വെസ്റ്റിൽ ഉണ്ടാകുന്ന എല്ലാ റിവേഴ്സും, നമ്മുടെ പെരിയാർ അടക്കമുള്ള സകല റിവേഴ്സും എവിടെ ചെന്ന് അവസാനിക്കുന്നത്, അറേബ്യൻ സീയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗംഗ ബേസിൻ, അതേപോലെ തന്നെ ബ്രഹ്മപുത്ര ബേസിൻ, ഗോദാവരി, കൃഷ്ണ, പെന്നാർ, അതേപോലെ തന്നെ കാവേരി, ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്, ബേ ഓഫ് ബംഗാളിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാർട്ട്, എവിടെ തുടങ്ങുന്നു എന്നതിൻ്റെ ബേസിസിൽ നോക്കി. നമ്മുടെ മെയിനായിട്ടുള്ള റിവറിൻ്റെ സ്രോതസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്രോതസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ റേഞ്ചാണ്, ഹിമാലയൻ റേഞ്ച്. പിന്നെ എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ? ഇവിടെ വിന്ധ്യ റേഞ്ചസ് ഉണ്ട്. യെസ്, ഇവിടെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം നമുക്ക്. യെസ്, ഇവിടെ വിന്ധ്യ റേഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ വിന്ധ്യ റേഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ശതപുര റേഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൻ്റെ ഈ ഭാഗം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്കൽ ഹിൽസ് ഉണ്ട്, അതുപോലെ തന്നെ അരാവല്ലി റേഞ്ചസ് ഉണ്ട്. പിന്നെ ഈ വെസ്റ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റിന് പാരലായിട്ട് എന്തുണ്ട്, വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റിന് പാരലായിട്ട് എന്തുണ്ട്, ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. പിന്നെ കാസിഗാരോ ഹിൽസ്, അങ്ങനെ കുറേയധികം ഹിൽസ് ഈ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലെല്ലാമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിനെ നമ്മൾ ജനറലി അല്ലെങ്കിൽ ഈ ഇന്ത്യൻ പെനിൻസുല നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിനെ നമ്മൾ പെനിൻസുല റിവേഴ്സ് എന്നും ഹിമാലയാസ് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവറിനെ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്നും പറഞ്ഞിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം? ഒന്ന് ഹിമാലയൻ ഡ്രെയിനേജ്, രണ്ടാമത്തത് എന്ത് ഡ്രെയിനേജ്? പെനിൻസുലാർ ഡ്രെയിനേജ്. ഇനി ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓൺ ദ ബേസിസ് ഓഫ് വോളിയം, വോളിയത്തിൻ്റെ ബേസിസിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സംഗതി എന്ന് പറയുന്നത് 20,000 കിലോമീറ്റർ സ്ക്വയർ കാച്ച്മെൻറ്റ് ഏരിയയുള്ള റിവേഴ്സിനെ ലാർജ് റിവേഴ്സിൻ്റെ ഗണത്തിൽ പെടുത്തി. ഓക്കെ, അതായത് ഈ പറഞ്ഞ സോഴ്സുകൾ റിസീവ് ചെയ്യുന്ന പർട്ടിക്കുലർ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് 20,000 കിലോമീറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ അതൊരു ലാർജ് റിവർ നെറ്റ്വർക്ക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സെക്കൻഡായിട്ട് 20,000 കിലോമീറ്റർ സ്ക്വയറിനും 2,000 കിലോമീറ്റർ സ്ക്വയറിനും ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് റിവർ ബേസിൻസ്. ആൻഡ് ദെൻ തേർഡായിട്ട് 2,000 കിലോമീറ്റർ സ്ക്വയറിനേക്കാളും കുറവായിട്ടുള്ള എന്തെന്ന് പറയുന്നത് അതേപോലെ തന്നെ ലോ റിവർ ബേസിൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഏരിയ ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറഞ്ഞിട്ടുള്ള റിവർ ബേസിൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റിവേഴ്സും ക്രിയേറ്റ് ചെയ്യുന്ന ബേസിൻസിനെ ഇവിടെ മാപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ റിവേഴ്സും ഇത് എവിടെ നോക്കിയേ, ഇത്രയും ഭാഗം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇത്രയും ഭാഗം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതാണ്? ഇൻഡസ് റിവർ ബേസിൻസ് ആണ്. ഇത്രയും ഭാഗം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിലോങ്സ് ടു ഗംഗ റിവർ ബേസിൻ. അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്തുള്ള ഇക്കോ സിസ്റ്റം മൊത്തം ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഗംഗ റിവറാണ്. അതുപോലെ തന്നെ ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ കോൾഡ് ബ്രഹ്മപുത്ര റിവർ ബേസിൻ. അല്ലെങ്കിൽ ഇത്രയും ഭാഗത്തുള്ള പച്ചപ്പും അതേപോലെ തന്നെ കാടുകളും അല്ലെങ്കിൽ വെജിറ്റേഷനും എല്ലാം ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ബ്രഹ്മപുത്ര ബേസിനാണ്. ഇപ്പോൾ ഇൻഡസ് റിവർ ബേസിനും ബ്രഹ്മപുത്ര റിവർ ബേസിനും നമ്മൾ നോക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഗംഗ, അതായത് ഗംഗയുടെ റിവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
വാട്ടർ ഡിസ്ചാർജിൻ്റെ വോളിയത്തിൻ്റെ ടേംസിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആൻഡ് പ്രൈമറി വരുന്നത് ബ്രഹ്മപുത്ര റിവറാണ്. ബ്രഹ്മപുത്ര ഇറ്റ്സ് ഓൾമോസ്റ്റ് കോൾഡ് മൂവിങ് ഓഷ്യൻ എന്നാണ് ബ്രഹ്മപുത്ര റിവറിനെ വിളിക്കുന്നത്. അപ്പോൾ വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ ലാർജ് റിവർ ഇൻ ടേംസ് ഓഫ് വോളിയം. അതായത് 4th ലാർജസ്റ്റ് റിവർ ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ് ആരാണ്? ബ്രഹ്മപുത്ര റിവറാണ്. അതിന് സെക്കൻഡായിട്ട് വരുന്നതാണ് ഇൻഡസ് റിവർ. മൂന്നാമതായിട്ട് വരുന്ന റിവറാണ് ഏതെന്ന് പറയുന്നത് ഗംഗ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഹുഭൂരിഭാഗം വരുന്ന ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഇന്ത്യയിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ഗംഗ റിവർ ബേസിനാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് ബേസിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഗംഗ റിവർ ബേസിൻ. കാരണം ബഹുഭൂരിഭാഗവും സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏതിലാണ്? ഇന്ത്യയിലാണ്. പക്ഷേ ഇൻഡസ് റിവർ ബേസിൻ നമ്മുടെ ഭാഗത്ത് ചെറുതാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സകല ഭൂരിഭാഗവും എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര ബേസിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മപുത്ര ബേസിൻ്റെ ബഹുഭൂരിഭാഗവും സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏത് ഭാഗത്താണ്? ചൈനയിലാണ്. ഓക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ ബഹുഭൂരിഭാഗവും സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലായിട്ടുള്ള ഏക ബേസിൻ ഏതാണ്? ഗംഗ റിവർ ബേസിനാണ്. ഓക്കെ. ഇനി പെനിൻസുലാർ റിവേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗോദാവരി ബേസിൻ, അങ്ങനെ പല റിവർ ബേസിൻസ്. അപ്പോൾ റിവർ ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗത്തുള്ള വെജിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ആരാണ്? ആ റിവേഴ്സും അതിൻ്റെ ട്രിബ്യൂട്ടറീസുമാണ്. ഓക്കെ. യെസ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിവർ ബേസിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ബ്രഹ്മപുത്ര റിവർ ബേസിൻ, സെക്കൻഡ് വൺ ഈസ് ഇൻഡസ് റിവർ ബേസിൻ ആൻഡ് തേർഡ് വൺ ഈസ് ഗംഗ റിവർ ബേസിൻസ്. ഓക്കെ. ഇനി നമുക്ക് ഇനി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള റിവർ ബേസിൻസിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിലെത്തത് കാണാം. ഒന്ന് മാപ്പ് വഴി നമുക്ക് എടുത്ത് നോക്കാം. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? മാപ്പ് വഴി ഒന്ന് ജസ്റ്റ് മാപ്പ് വഴി ഒന്ന് നോക്കാം. ഈ മാപ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ പച്ച കളറിൽ കാണുന്നതൊക്കെ എന്താണ്? റിവർ ബേസിൻസ് ആണ്, അല്ലെങ്കിൽ റിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻറ്റയർ റീജിയനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ച കളറൊക്കെ എന്താണ്? ഓരോ റിവർ ബേസിൻസ് ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബംഗ്ലാദേശ് ഇത്രയും ഭാഗം നോക്കിയാൽ പച്ച കളറിലിരിക്കുന്നത് ആരുടെ റിവർ ബേസിനാണ്? ബ്രഹ്മപുത്ര റിവർ ബേസിനാണ്. ഇനി അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, അതുപോലെ തന്നെ ഹരിയാന, ലക്നൗ, ബീഹാർ ഇത്രയും ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഗംഗ റിവർ ബേസിനാണ്. ഇനി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജമ്മു കാശ്മീർ, അതേപോലെ തന്നെ ലാഹോർ, പാകിസ്ഥാൻ ഇത്രയും ഭാഗം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡസ് റിവർ ബേസിൻ. അപ്പോൾ നോക്കിയേ, നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഭാഗം ജമ്മു കാശ്മീരിൽ മാത്രമേ ഇൻഡസ് റിവർ ബേസിനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പഞ്ചാബ്, ചണ്ഡീഗഡ്, അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇത്രയും ഭാഗത്ത് മാത്രമേ ഇൻഡസ് റിവർ ബേസിനുള്ളൂ. ബാക്കിയുള്ള ബഹുഭൂരിഭാഗവും കിടക്കുന്നത് എവിടെയാണെന്നുള്ളത് നോക്കിയേ, പാകിസ്ഥാൻ ഭാഗത്താണ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ് റിവർ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിവറാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ള സകല വിധமான റിവർ സിസ്റ്റവും ഏതിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഇൻഡസ് റിവറിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ് റിവറാണ്. ഓക്കെ. അപ്പോൾ പാകിസ്ഥാനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പട്ടണങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഏതിൻ്റെ ബേസിസിലാണിത്? ലാഹോർ, ഫൈസലാബാദ്, അതുപോലെ തന്നെ കറാച്ചി ഇതൊക്കെ എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻഡസ് റിവറിൻ്റെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ.